Next, carrier transport in a semiconductor. Carrier transport means carrier movement in a semiconductor. Carrier movement, because of this movements only currents are possible in a semiconductor. There are two types of currents are possible in each semiconductor, that is drift current and diffusion current. So these currents are possible two types of movements. Thus two types of movements are called drift movement and diffusion movement. Next, drift of carriers in a semiconductor. At a thermal equilibrium, the charge carriers in a solid are in constant motion with a mean thermal velocity Vth is equal to root 3 kT by mn star. Thermal velocity Vth is equal to 3 kT by mn star. M is equal to effective mass, K Boltzmann constant, T temperature. The calculated values of thermal velocity is equal to at 300 Kelvin 2.3 into 10 raised to 7 centimeter per second. The kinetic energy of general equation for kinetic energy of any moving particle K is equal to half mv square. Here half mn star, v means Vth whole square. Vth whole square. While substituting this Vth here, half mn star, Vth means root 3 kT divided by mn star whole square. Half mn star 3 kT divided by mn star cancel. Then final equation 3 kT divided by 2. 3 kT by 2. Next portion. Next we have to find the mobility, conductivity, I diffusion in a semiconductor. For that we are considering one semiconductor system. അപ്പോൾ semiconductor system നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ we are applying a electric field in the x direction. എക്സ് ഡയറക്ഷനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഫോഴ്സ് അവിടെ, അതായത് ഇവിടുന്ന് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഓരോ ഇലക്ട്രോണിലും ഓരോ ഫോഴ്സ് കിട്ടും. ആ ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഇലക്ട്രോണിൻ്റെ ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ എക്സ് ഡയറക്ഷൻ. അങ്ങനത്തെ ഗ്രൂപ്പ് ഓഫ് ഇലക്ട്രോൺസിൽ നമുക്ക് എന്തുണ്ടായിരിക്കും, നമുക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ ടോട്ടൽ ഫോഴ്സ് ഓൺ ദ ഗ്രൂപ്പ് ഓഫ് ഇലക്ട്രോൺ മീൻസ് ഇതിനെ ഈ എഫിനെ നമ്മൾ പറയുന്നത് ആക്സിലറേറ്റിംഗ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. ഈ എക്സിനെ നമ്മൾ പറയുന്നത് ആക്സിലറേറ്റിംഗ് ഫോഴ്സ് എന്നാണ് പറയുന്നത്, ആക്സിലറേറ്റിംഗ് ഫോഴ്സ്. അപ്പോൾ അതെന്ന് പറയുന്നത് -NQ(EX) ആണ്. ഇനി ഈ ഫോഴ്സും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് മൈനസ് ഈക്വൽ ടു ദിസ് ആക്സിലറേറ്റിംഗ് ഫോഴ്സ് ആണ്. ഈ എഫ് എന്ന് പറയുന്നത് ആക്സിലറേറ്റിംഗ് ഫോഴ്സ് ആണ്. അതായത് ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നു. ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പം ഓരോ ഇലക്ട്രോണിലും കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഇലക്ട്രോണിൻ്റെ ചാർജ് ഇൻറ്റു ആ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദാറ്റ് എക്സ് ഡയറക്ഷൻ. അങ്ങനത്തെ ഗ്രൂപ്പ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അങ്ങനെയാകുമ്പം അത് അപ്പോൾ ഉണ്ടാകുന്ന ആ ഫോഴ്സിനെ പറയുന്നത് ആക്സിലറേറ്റിംഗ് ഫോഴ്സ് എന്നാണ്. ആ ആക്സിലറേറ്റിംഗ് ഫോഴ്സിന്
നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് -NQEX ആണ്. ഇനി ഈ ഫോഴ്സും മൊമെൻറ്റം, ആ ഗ്രൂപ്പ് ഓഫ് ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് F= നമ്മൾ നേരത്തെ കണ്ടു ഇതാണ് dp/dt ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ് ആ ആക്സിലറേറ്റിംഗ് ഫോഴ്സ് കിട്ടുന്നത്. ഇനി ഇത് ഇങ്ങനെ മൂവ് ചെയ്യുമ്പം അത് എന്ത് ചെയ്യുന്നു, ഇവിടെ കൊളിഷൻ ഉണ്ടാകുന്നു. കൊളിഷൻ ഉണ്ടാകുമ്പം ആ ആക്സിലറേറ്റിംഗ് മൂവ്മെൻറ്റിനൊരു റിട്ടാർഡേഷനാണ്, കുറവാണ് വരുന്നത്. അപ്പോൾ ആ ആക്സിലറേഷൻ നമ്മൾ പറയുന്നത് ഡീസലറേറ്റിംഗ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഡീസലറേറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അതിനെ കാണാം dpx/, അതായത് മൊമെൻറ്റം ഇൻ ദ എക്സ് ഡയറക്ഷൻ, dpx/dt ഡ്യൂ ടു കൊളിഷൻ -px/τ ആയിരിക്കും. ഈ ടോ എന്ന് പറയുന്നത് മീൻ ഫ്രീ ടൈമാണ്. മീൻ ഫ്രീ ടൈമാണ് ടോ 1/τ എന്ന് പറയുന്നത്. മീൻ ഫ്രീ ടൈം, ദ മീൻ ഫ്രീ ടൈം ബിറ്റ്വീൻ കൊളിഷൻ ഓർ ദ മീൻ ടൈം ബിറ്റ്വീൻ കൊളിഷൻ ഓർ മീൻ ഫ്രീ ടൈം. അപ്പോൾ അതാണ് ഇത് px, അതായത് ഡീസലറേറ്റിംഗ് ഫോഴ്സ് dpx/dt നമുക്ക് കിട്ടുന്നത് -px/t. നേരത്തെ നമുക്ക് കിട്ടിയിരുന്നത് എന്തായിരുന്നു, ആക്സിലറേറ്റിംഗ് ഫോഴ്സാണ് കിട്ടിയത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് dp/dt F -NQEX ആണ്. എന്നാൽ ഇവിടെ കിട്ടുന്നത് ഡീസലറേറ്റിംഗ് ഫോഴ്സാണ് കിട്ടുന്നത്, അതായത് -px/τ ആയിരിക്കും. ഇനി ഒരു സിസ്റ്റത്തിൽ എപ്പോഴും സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ ആക്സിലറേറ്റിംഗ് ഫോഴ്സും ഡീസലറേറ്റിംഗ് ഫോഴ്സും ക്യാൻസൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ അവിടെ കിട്ടിയത് ആക്സിലറേറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് dp/dt -NQEX ആണ്. അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും, ഇവിടെ കിട്ടിക്കുന്നത് ഇത് ആക്സിലറേറ്റിംഗ്, ഇത് ഡീസലറേറ്റിംഗ്, ഇത് രണ്ടും എന്തായിരിക്കും, ക്യാൻസൽ ചെയ്യും. അങ്ങനെയാകുമ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്താൽ -NQEX -px/τ = 0 ഇങ്ങനെ എഴുതാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആവറേജ് മൊമെൻറ്റം, ആവറേജ് വെലോസിറ്റിയും കാണാം. ആവറേജ് മൊമെൻറ്റം പെർ ഇലക്ട്രോൺ എന്ന് പറയുന്നത് മൊമെൻറ്റം/n ആണ്, px/n ആണ്. അപ്പോൾ px/n, അപ്പോൾ ഇതിൽ നമുക്ക് px/n കിട്ടാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആക്സിലറേറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് -NQEX = px/τ. ആവറേജ് മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്, px/n ആണ്. സോ ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ റൈറ്റ് px/n = എന്താണ്, -τEX. ഇതാണ് എന്ത് പറയുന്നത്, ആവറേജ് മൊമെൻറ്റം എന്ന് നമുക്ക് കിട്ടുന്നത്. ഇനി ആവറേജ് വെലോസിറ്റി കാണണം. മൊമെൻറ്റും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് p = m × v ആണ്. p = m × v ആണ്. p = m × v. അപ്പോൾ ആവറേജ് വെലോസിറ്റി ആവറേജ് മൊമെൻറ്റം ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് മാസ്. അപ്പോൾ നേരത്തെ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് എന്താണ്, ആവറേജ് മൊമെൻറ്റം എന്ന് പറയുന്നത് -τQEX ആയിരിക്കും. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഈ px ആണ് നേരത്തെ ഡിറൈവ്ഡ് ആണ്. അപ്പം -τQEX / mn². ഇനി ഇതിനെ മാത്രം ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇതിനെന്താണ്, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഈ കോൺസ്റ്റൻറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈറ്റ എന്ന് പേര് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി = എങ്ങനെ കിട്ടും, -η n × EX കിട്ടുന്നു. ഈ μn അങ്ങനെയാണെങ്കിൽ ഈറ്റ n എങ്ങനെ ചെയ്യാം, ആവറേജ് EX / ആവറേജ് വെലോസിറ്റി എന്ന് കൊടുക്കാം. ഈ ഇലക്ട്രിക് ഫീൽഡ് ബൈ μn =
average Vx divided by Ex equal to average moment mobility എന്ന് കിട്ടി. ഇതിനെന്താ പറയുന്നത്? മൊബിലിറ്റി ഓഫ് ദാറ്റ് ഇലക്ട്രോൺ. അപ്പോൾ മൊബിലിറ്റി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ആവറേജ് വെലോസിറ്റി ഡിറൈവ്ഡ് ഇക്വേഷനാണ്. എന്താ കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മൈനസ് ടോ ക്യൂ ഡിവൈഡഡ് ബൈ mn സ്റ്റാർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ്: carrier transport in a semiconductor, two types of currents are possible in each semiconductor, I diffusion and I drift. So these two currents are due to two types of movement: diffusion current and drift movement. Diffusion movement due to carrier concentration difference, and drift movement due to carrier electric field variation. So next, accelerating force equal to decelerating force, and this equation connected with the average momentum, average velocity. Then finally we got the equation for mobility of that electron. Mobility is equal to drift velocity divided by electric field. Otherwise, other equation minus tau q divided by mn star, tau q divided by mn star. Okay.